നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഡോൾബി സിനിമയുടെ ട്രാവൽ ചെയ്ത ഭാഗമായ അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള ഒരു കണ്ടിന്യൂഷൻ പോലെയാണ്. അത് ഡോൾബി സിനിമയുടെ ഡീറ്റെയിൽസ്, സ്പെക്സ്, അതെന്താണ്, എങ്ങനെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡോൾബി സിനിമയുടെ എൻ്റെ ഡീറ്റെയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്യേണ്ടത്. അത് ഭയങ്കര വലിയ വീഡിയോ ആണ്. അതിന് പരമാവധി ഞാൻ കവർ ചെയ്യാവുന്നത്ര കവർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത്ര ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിറ്റി പ്രൈഡ് പൂനെ കരാടി പൂനെയിലുള്ള തിയേറ്ററാണ് ഡോൾബി സിനിമ, ഇന്ത്യയിലെ ഫസ്റ്റ് ഡോൾബി സിനിമ. അപ്പോൾ എല്ലാ ഡീറ്റെയിൽ അതിനകത്തുണ്ട്. ദയവായി അത് പോയി കാണുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സ്പെസിഫിക്കേഷനോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഇത് പ്യുവർലി ഒരു എക്സ്പീരിയൻസ് വീഡിയോ ആണ്. അതായത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫോർമുല നടന്ന ഐമാക്സും ഡോൾബി സിനിമയിലും ഒരേ സിനിമ കണ്ടപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഞാൻ ഐമാക്സിൻ്റെ ഭയങ്കര ഫാനാണ്. ഐമാക്സിനെ കുറിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട്, ഐമാക്സിൻ്റെ സിനിമകൾ കാണുന്നതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. എനിക്ക് ഐമാക്സ് ഇഷ്ടമാണ്. അപ്പോൾ ഡോൾബി സിനിമ എന്നൊരു പുതിയ ഫോർമാറ്റ് വരുമ്പോൾ അത് എന്തുമാത്രം വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ള കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ F1 സിനിമയാണ് ഞാൻ ഈ രണ്ട് ഫോർമാറ്റിലും ഒരേപോലെ കണ്ട 2D സിനിമ. ഇത് 2Dയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സിനിമ കാണാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വെച്ചാൽ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം F1 കണ്ടത്, ഞാൻ F1 ആക്ച്വലി 5 പ്രാവശ്യം കണ്ടു. 2-3 ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് കണ്ടു. 2 പ്രാവശ്യം ഐമാക്സിൽ കണ്ടു, 3 പ്രാവശ്യം അല്ലാതെയും കണ്ടു. അതായത് വേറെ ഫോർമാറ്റുകളിലൊക്കെ തന്നെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ അത് അപ്പോൾ മെയിൻ ഫോക്കസ് ഒബ്വിയസ്ലി ഐമാക്സ് വേഴ്സസ് ഡോൾബി സിനിമയാണ്. അപ്പോൾ F1 ഞാൻ ഐമാക്സിൽ കണ്ടത് സിനിപോളിസ് കൊച്ചി ലേസർ ഐമാക്സിലാണ്. ഇതൊരു 52 ഫീറ്റ് സ്ക്രീനാണ്. ഇത് കോർണർ ടു കോർണറാണ് നമ്മുടെ സിനിപോളിസ് കൊച്ചി ഐമാക്സ്. 5 ചാനൽ ഓഡിയാണുള്ളത്. അപ്പോൾ ഡോൾബി സിനിമ എടുക്കുകയാണെങ്കിൽ ഡോൾബി സിനിമ ഒരു സെയിം 52 ഫീറ്റ് ആണെന്നാണ്, വൈഡ് ആണെന്നാണ് അവകാശപ്പെടുന്നത്. എന്നിട്ട് ഞങ്ങൾ നടന്നപ്പോൾ 55 ഫീറ്റ് കണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. പക്ഷേ 52 ഫീറ്റാണ് അവരെ അവകാശപ്പെടുന്നത്. സോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഇതിൽ 52 ഫീറ്റ് ആണെങ്കിലും ഇത് കോർണർ ടു കോർണർ അല്ല, വാൾ ടു വാളാണ്. കോർണർ ടു കോർണർ അല്ല, ചെറിയ മേനയും താഴെയും ചെറിയ സ്പേസ് ബാക്കിയുണ്ട്, പ്രത്യേകിച്ചും താഴെ. ഐമാക്സ് 1.9 റേഷ്യോ ആണ്. ഇത് ഡോൾബി സിനിമ എന്ന് പറഞ്ഞാൽ 2:1 റേഷ്യോ ആണ് സിറ്റി പ്രൈഡ് മോളിൽ. ഇവർ യൂസ് ചെയ്യുന്നത് സിംഗിൾ ലേസർ XT ആണ് ഐമാക്സിൽ. ഇവിടെ യൂസ് ചെയ്യുന്നത് ഡ്യുവൽ ലേസർ 4K പ്രൊജക്ടേഴ്സാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ F1 ഞാൻ ആദ്യം കണ്ടപ്പോൾ ഐമാക്സ് എന്നായിരുന്നു. ഐമാക്സിൽ കണ്ടപ്പോൾ നല്ല സൂപ്പർ ബ്രൈറ്റ് ആയിട്ടുള്ള പിക്ചറായിട്ട് തോന്നിയിട്ട് സിനിമയാണത്. നല്ല ബ്രൈറ്റാണ്, നല്ല കിടിലൻ DCP ആണ് ഇതിൻ്റെ. യാതൊരു സംശയമില്ല, ഞാൻ എവിടെ കണ്ടപ്പോഴും എനിക്ക് നല്ല എക്സ്പീരിയൻസ് കിട്ടിയിട്ട് സിനിമയാണത്. കാരണം അത്രയും നല്ല DCP ആണ് ഇതിൻ്റെ. പക്ഷേ ഐമാക്സിൽ ഇത് ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഈ ഡോൾബി സിനിമയിൽ കാണാൻ വരുമ്പോൾ എനിക്ക് ഈ സിനിമ ഡോൾബി സിനിമ കണ്ട് എത്രമാത്രം വ്യത്യാസം ഉണ്ടാക്കുന്നുള്ളതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഈ സിനിമ അത്രയും നല്ല DCP ആയതുകൊണ്ട് ഭയങ്കര വ്യത്യാസം നമുക്ക് കാണാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഏകദേശം ഞാൻ ഉറപ്പിച്ചിരുന്നത്. പക്ഷേ എൻ്റെ തോന്നൽ തെറ്റായിരുന്നു. കാരണം ഈ സിനിമയായിരുന്നു എക്സാക്ട്ലി ഇവിടെ കാണിച്ച പല സാമ്പിളിനേക്കാളും നമുക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയത്. അതായത് ഈ സിനിമ വലിയ എന്താ പറയുക, ഹൈലൈറ്റ്സ് എന്ന സംഭവമുണ്ട്. അതായത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് കളേർഡ് സീക്വൻസ് വരുമ്പോൾ ഐമാക്സിൽ ചെറുതായിട്ട് ഇത് ഓവർബ്ലോൺ ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, ഭയങ്കരമായിട്ട് ഓവർബ്ലോൺ ചെയ്തു, ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കും എന്നുള്ളതല്ല. പക്ഷേ നമ്മളത് ചെറുതായിട്ട് നോട്ടീസ് ചെയ്തു. പക്ഷേ കാരണം നമ്മൾ ഡോൾബി സിനിമ കണ്ടപ്പോൾ ഈ ഹൈലൈറ്റ്സ് എല്ലാം വളരെ കൺട്രോൾഡ് ആയിരുന്നു. ഷാഡോയിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ബ്ലാക്ക് ലെവലിൽ ഒരു രക്ഷ ഉണ്ടായില്ല. പിക്ചർ ക്വാളിറ്റി ഒരു രക്ഷയില്ല. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐമാക്സിന് എക്സ്ക്ലൂസീവായിട്ട് 1.9 റേഷ്യോ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ സ്ക്രീൻ ആയിരുന്നു ഓൾമോസ്റ്റ് മുഴുവൻ നേരം. ഡോൾബി സിനിമയിൽ പ്രശ്നം വെച്ചാൽ ഇത് 2:1 സ്ക്രീനാണ്. പിന്നെ സിനിമ പ്ലേ ചെയ്യുന്ന സ്കോപ്പിൽ മാത്രമാണ്. കാരണം അത് ഫിലിംഡ് ഫോർ ഐമാക്സ് കൊണ്ട് ആ ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ ഫ്ലാറ്റ് റേഷ്യോ പ്രിൻറ്റ് ഒബ്വിയസ്ലി അവൈലബിൾ ഓൺലി ഫോർ ഐമാക്സ്. പിന്നെ ഡോൾബി സിനിമയുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ നല്ലത് എങ്ങനെ വേണം നമുക്ക് കാണാം, ഇവിടെ ഒരിക്കലും ഒരു സിനിമ ഫുൾ സ്ക്രീനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പ്രത്യേകിച്ച് പൂനെയിൽ. കാരണം ഇവിടെ 2:1 റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയിൽ സിനിമകൾ വന്നാൽ തന്നെ അതൊരു കണ്ടെയ്നറിലായിരിക്കും, 1.85 കണ്ടെയ്നറിലായിരിക്കും വരിക. അപ്പോൾ ഒരിക്കലും ഫുൾ സ്ക്രീൻ കാണാൻ പറ്റില്ല. അപ്പോൾ അതായത് നിങ്ങൾ സ്കോപ്പ് സ്ക്രീൻ ആ സിനിമ കാണുവാണെങ്കിൽ മേലെയും താഴെ ചെറിയ ബ്ലാക്ക് ബാർ ഉണ്ടാകും. നമ്മുടെ സാധാരണ സ്കോപ്പ് സിനിമ 1.85 റേഷ്യോ സ്ക്രീനിൽ കാണുന്നത്ര ബ്ലാക്ക് ബാർ ഉണ്ടാവില്ല, അതിനേക്കാൾ വളരെ കുറവായിരിക്കും, പക്ഷേ ബ്ലാക്ക് ബാർ ഉണ്ടാവും. അതുപോലെ തന്നെ സാധാരണ ഫ്ലാറ്റ് സിനിമ 1.85 സിനിമകൾ വരുവാണെങ്കിൽ സൂപ്പർമാൻ പോലെയാണ് സൈഡിൽ 2 ബ്ലാക്ക് ബാർ ഉണ്ടാവും. പക്ഷേ അൺലെസ് ആൻഡ് അണ്ടിൽ നിങ്ങൾ ശരിക്കും അതിന് ബ്ലാക്ക് ബാറിന് വേണ്ടി നോക്കുവാണെങ്കിൽ മാത്രമേ അത് കാണുള്ളൂ. കാരണം ഡോൾബി സിനിമയുടെ ബ്ലാക്ക് ലെവൽ ഭയങ്കര കിടിലാണ്. അതുകൊണ്ട് ബ്ലാക്ക്സ് ഭയങ്കരമായിട്ട് ചേർന്നു പോകും. ഇപ്പോൾ ഈ സിനിമ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ്സിൻ്റെ കാര്യം വെച്ചാൽ പലപ്പോഴും ഇവരുടെ ഡ്രസ്സ് വൈറ്റാണ്. അപ്പോൾ പലപ്പോഴും ഇവർ സൺറൈസ് അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള സമയത്ത് കാണുമ്പോൾ ചെറുതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ചില ഭാഗത്തൊക്കെ ചെറുതായിട്ട് ബ്ലോൺ ഔട്ട് ആണെന്ന് തോന്നും. പക്ഷേ അങ്ങനെ സംഭവം ഡോൾബി സിനിമയിലില്ല. ഷാഡോയിൽ ഭയങ്കര ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ ഈ സിനിമയ്ക്കകത്ത് പടക്കങ്ങൾ പൊട്ടും സീൻ. അപ്പോൾ നമ്മുടെ ആകാശം കാണിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഓൾമോസ്റ്റ് ബ്ലാക്കാണ്, പിഞ്ച് ബ്ലാക്കാണ്. അതിൻ്റെ ഇപ്പോൾ ഈ കളേഴ്സ് ഇങ്ങനെ വരുന്നത്
ഐമാക്സിൽ നമുക്ക് കാണാൻ അടിപൊളിയായിരുന്നെങ്കിലും ഇവിടെ നമുക്കത് വ്യക്തമായി അതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബോർഡ് കാണിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ബോർഡ് കാണിക്കുന്ന സമയത്ത് ചുറ്റും ബ്ലാക്കാണ്. ഓക്കെ, ഐമാക്സ് ഒരിക്കലും അത്രയും ബ്ലാക്ക് ആവില്ല. അപ്പോൾ ഈ ബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്, അതായത് ബോർഡ് മാത്രം നമ്മുടെ ഫ്രണ്ടിലുണ്ടല്ലോ, അത്രയും അടിപൊളി ബ്ലാക്ക് ലെവലായിരുന്ന സമയത്ത്. അതുപോലെ തന്നെ രാത്രി സീക്വൻസുകൾ, കളേഴ്സ്, ഒരു രക്ഷയിൽ വെച്ചാൽ ഐമാക്സിനേക്കാൾ ഭയങ്കര ഫ്രണ്ടിലായിരുന്നു ഇതിൻ്റെ ഡോൾബി DCP. അതായത് ഐമാക്സിൽ ഇപ്പോൾ വരുന്നത് അവരുടെ DMR പ്രോസസ്സ് കഴിഞ്ഞിട്ടുള്ള കുറേ കൂടി ഷാർപ്പായിട്ടുള്ള ഒരു 4K DCP ആണെങ്കിൽ ഡോൾബി സിനിമയിൽ ഇതുപോലെ തന്നെ ഒരു പ്രോസസ്സ് ഉണ്ട്. അവരുടെ സ്റ്റുഡിയോ ഞാൻ പറഞ്ഞ അന്നപൂർണ്ണ സ്റ്റുഡിയോ ഉണ്ട്. അതുപോലെ തന്നെ അത് ഇന്ത്യൻ സിനിമയ്ക്ക് വേണ്ടി പുറത്ത് അവർക്ക് അതുപോലെ സ്റ്റുഡിയോകളുണ്ട്, അവിടെ ചെയ്തു വരുന്നതാണ്. അപ്പോൾ ഡോൾബി സിനിമയിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോൾബി സിനിമയിൽ ഇവർ ട്യൂൺ ചെയ്തിരിക്കുന്ന കളേഴ്സൊക്കെ കുറേ കൂടി ബെറ്റർ ആയിട്ടാണ്. കാരണം ഇതിന് ആ REC 22ൻ്റെ കളേഴ്സ് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും, ഐമാക്സിനകത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഡോൾബി വിഷൻ HDR ഉള്ള DCP ആണത്. അത് നിങ്ങളിപ്പോൾ ഒരു TV-യിലൊക്കെ ഡോൾബി വിഷനുള്ള സിനിമകൾ കാണുമ്പോൾ അല്ലാതെ കാണുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ആക്ച്വലി മെയിൻ കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും. ആ ഒരു ലെവൽ സാധനം നമുക്ക് പ്രൊജക്ഷനിൽ കിട്ടും, TV-യിൽ കാണുന്നത്. അതൊരു രക്ഷയില്ലാത്ത സംഭവമാണ്. അത് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്ന് അറിയില്ല. അതിൽ ഷാഡോ ഡീറ്റെയിൽ, ഹൈലൈറ്റ് റിട്ടൻഷൻ, ഒരു രക്ഷയില്ലാത്ത പിക്ചർ ക്വാളിറ്റി ആയിരുന്നു. എനിക്ക് ആകെ ഒരു തോന്നിയെന്ന് വെച്ചാൽ ഐമാക്സ് DCP സ്ലൈറ്റ്ലി ഷാർപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഫേസസ് ഒക്കെ ക്ലോസപ്പ് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഐമാക്സ് സ്ലൈറ്റ്ലി ഷാർപ്പായിരുന്നു ഡോൾബി സിനിമയെക്കാളും. പക്ഷേ അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും, അതായത് ഞാൻ പറഞ്ഞ ഡോൾബി സിനിമ ഷാർപ്പല്ല എന്നല്ല, പക്ഷേ ഐമാക്സ് എന്ത് പറഞ്ഞാൽ ഡോൾബി സിനിമ സ്ലൈറ്റ്ലി ഷാർപ്പായിരുന്നു. അപ്പോൾ അതിനെ വെച്ച് നോക്കുവാണെങ്കിൽ അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും, കളേഴ്സ് ആണെങ്കിലും HDR ആണെങ്കിലും എല്ലാ കാര്യത്തിലും, പിക്ചർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഡോൾബി സിനിമ വളരെ ഫ്രണ്ടിലാണ് ഐമാക്സിനെക്കാളും. പിന്നെ നമ്മൾ വരുന്നത് സൗണ്ടിനെ കുറിച്ചാണ്. നിങ്ങൾ ഓൾറെഡി എന്നെക്കുറിച്ച് അല്ലെങ്കിൽ അറിയാവുന്നവർക്ക്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് ശ്രദ്ധിച്ചവർക്ക് അറിയാം, ഇവന്തോ ഞാൻ ഐമാക്സിൽ പോയി സിനിമ കാണുന്നത് ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും, ഒരു ബാലൻസ്ഡ് ക്വാളിറ്റി എപ്പോഴും അവിടെ നിന്ന് കിട്ടുന്നുള്ളതുകൊണ്ടാണെങ്കിലും, പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സൗണ്ട് ഡോൾബി അറ്റ്മോസ് ആണ്. എനിക്ക് IMAX 5 ചാനലിനെക്കാളും IMAX 12 ചാനലിനെക്കാളും ഒക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഡോൾബി അറ്റ്മോസ് ആണ്. എനിക്ക് ഭയങ്കര ബേസ് ഹെവി ആയ സൗണ്ടിനേക്കാളും ഇഷ്ടം വളരെ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിട്ട് എനിക്ക് പ്രോപ്പർലി ഞാൻ അവിടെ ഇരിക്കുവാണെന്ന് ഫീൽ ചെയ്യുന്ന സറൗണ്ടും അറ്റ്മോസും കിട്ടുന്ന ഒരു സിനിമ, അല്ലെങ്കിൽ ആ സൗണ്ട് ഫോർമാറ്റാണ് എനിക്ക് കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ആളാണ് ഞാൻ. അതെൻ്റെ പേഴ്സണൽ ചോയ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടോപ്പ് ലെവൽ എന്താണെന്ന് അറിയാൻ ഡോൾബി സിനിമ പോയി കണ്ടാൽ മതി. ഇമ്മാതിരി ട്യൂണിങ്, അത് സൈഡിൽ വരുന്ന സൗണ്ടും സറൗണ്ടിൽ വരുന്ന സൗണ്ടുകളും മേലെ നമ്മൾ ഡോൾബി അറ്റ്മോസിൻ്റെ ടോപ്പ് ലെയറിൽ വരുന്ന സൗണ്ടൊക്കെ ഇത്രയും നന്നായി കേൾക്കാൻ പറ്റുന്ന ഒരു സിനിമ, ഒരു തിയേറ്റർ വേറെ ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോൾ സറൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, കാരണം ഞാൻ ഈ സിനിമ ഓൾറെഡി ഡോൾബി അറ്റ്മോസിലും കണ്ടിട്ടുള്ളതാണ്, അവിടെയൊക്കെ ഈ സൗണ്ട് വരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ അതിന് കിട്ടുന്ന ഒരു, എന്താ ഇതിന് എക്സ്പ്ലെയിൻ ചെയ്യുക, കുറേ കൂടി ആംപ്ലിഫൈഡ് പോലെ തോന്നും. അത് ഭയങ്കര ഓവർ സൗണ്ടാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ആ സറൗണ്ട് വരെ കൃത്യമായിട്ട്, നമ്മൾ ക്രൗഡിൻ്റെ ഇടയിൽ കൂടി കാറ് പോകുമ്പോൾ ക്രൗഡിൻ്റെ എൻ്റയർ സൗണ്ട് നമ്മൾ ആ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്ന ഫീല് ഡോൾബി അറ്റ്മോസ് ഓടിക്ക് തരാൻ പറ്റുന്നു. അപ്പോൾ ഡോൾബി സിനിമയുടെ ഓടിക്ക് തരാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഇത്. ഈ സിനിമയ്ക്കകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, സിനിമയ്ക്കകത്ത് അൺലൈക്ക് ടോപ്പ് ഗൺ മാവരിക്, ഇത് സെയിം ഡയറക്ടറിൻ്റെ പടത്തിൽ കുറേ കൂടി അറ്റ്മോസ് എഫക്റ്റ് ടോപ്പ് ലെയറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഈ സിനിമയ്ക്കകത്ത് കുറവാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊരു ഫസ്റ്റ് സീക്വൻസ് കഴിഞ്ഞിട്ട് കടലിങ്ങനെ പൊങ്ങുന്ന സീനുണ്ട്, അല്ലെങ്കിൽ പടക്കങ്ങൾ പൊട്ടുന്ന സീനുണ്ട്. ഒരുമാതിരി വളരെ കുറച്ച് സീക്വൻസുകളെ അവർ ടോപ്പ് ലെയർ ഭയങ്കരമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതി യൂസ് ചെയ്തിട്ടുള്ളൂ. ഇല്ല, വെള്ളം പൊങ്ങുന്ന സീൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വന്ന സീനുള്ളത്, കാരണം അടിയിൽ നിന്ന് അങ്ങനെ തന്നെ. പക്ഷേ സറൗണ്ട്സ് ഉണ്ടല്ലോ, ഒരു രക്ഷ ഉണ്ടായില്ല, അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ ആ സിനിമ അത്ര പ്രാവശ്യം കണ്ടുകൊണ്ട് ഞാനിതിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്, ഒരു രക്ഷ ഉണ്ടായില്ല. ഐമാക്സിന് ഒരിക്കലും ആ ബബിൾ തരാൻ പറ്റില്ല, സീരിയസ്ലി പറയുകയാണ്. ഐമാക്സിന് ബേസ് കൂടുതലുണ്ടാവുമായിരിക്കും, പക്ഷേ ഐമാക്സിന് ഒരിക്കലും ഈ സറൗണ്ട് ബബിൾ ഒരിക്കലും തരാൻ പറ്റില്ല. എന്ത് 12 ചാനലാണ് ഞാൻ പറയുകയാണ്. 12 ചാനൽ ഞാൻ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 12 ചാനൽ സൗണ്ട് ഏലിയൻ റോമുലസിൻ്റെ ആയിരുന്നു. ഒരിക്കലും ആ ഒരു സൗണ്ട് മൂവ് ചെയ്യുന്നൊരു ഫീൽ ഒരിക്കലും ഐമാക്സിന് തരാൻ പറ്റില്ല, എത്രയൊക്കെ ആരും എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാലും. അതാണ് കാരണം, അത്രയും ചാനൽസ് ഉണ്ട് ഡോൾബി സിനിമയ്ക്ക്. അപ്പോൾ ചാനൽ ബേസ് എന്ന് പറയാൻ പാടില്ല അറ്റ്മോസിന്, പക്ഷേ അത് സത്യമാണ്. അത്രയും സ്പീക്കേഴ്സ് ഉള്ളതുകൊണ്ട് ആ ഒബ്ജക്റ്റ് പോകുന്ന ഓരോ പോയിൻറ്റും നമ്മുടെ ചുറ്റും ഇങ്ങനെ ആ ഒരു സ്പിയറിനകത്താണ്. അത് അടിപൊളിയായിട്ട് അവർക്ക് തരാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ബേസാണ് എടുത്ത് പറയേണ്ടത്. എനിക്ക് പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട്, ഈ ഫ്യൂരിയോസിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ F1 ഈ എഞ്ചിൻ്റെ റെവിങ് സൗണ്ട് ഒട്ടും യൂസ് ചെയ്തിട്ടില്ല. ഇനി F1ൻ്റെ കാറുകൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതവർ ബേസിലേക്ക് കൊടുക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഭയങ്കര കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഫ്യൂരിയസ് നമുക്ക് കാണുമ്പോൾ നെഞ്ചത്ത് കിട്ടും, അത് അറ്റ്മോസിലാണെങ്കിൽ നെഞ്ചത്ത് കിട്ടുമായിരുന്നു.
പക്ഷേ എനിക്ക് ഐമാക്സിൽ കിട്ടാത്തൊരു ഫീലുണ്ട് ബേസിൻ്റെ, അത് എനിക്ക് ഡോൾബി സിനിമയിൽ കിട്ടിയെന്നുള്ള സത്യം. അതായത് നെഞ്ചത്തടിക്കുന്ന ബേസ് ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് ആ കാർ ഓടുമ്പോൾ അത് പോകുമ്പോഴുള്ള ആ ഒരു സ്ലൈറ്റ്ലി ലോവർ ലെവൽ ബേസ് നമുക്ക് കാലിൽ കിട്ടും. അത് അടിപൊളി. ഐമാക്സിൽ കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഐമാക്സിൽ ആ ബേസ് കിട്ടുന്നത് വേറൊരു രീതിയിലാണ്. പക്ഷേ റേവിങ് ഭയങ്കരമായിട്ട് ഐമാക്സ് യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള റേവിങ് സൗണ്ട് അത് ഫ്യൂരിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഫ്യൂരിയോസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളിപ്പോൾ വെറുതെ വീട്ടിലിട്ട് ഒരു 2.1 സബ്ബുള്ള ഇതിലിട്ടാൽ പോലും നിങ്ങൾക്ക് ഫ്യൂരിയോസിൻ്റെ ആ റേവിങ് സൗണ്ട് ഫീൽ കിട്ടും. പക്ഷേ അത് അറ്റ്മോസ്ഫിയർ ഭയങ്കര കിടലിലാണ്. അത് ഇതിനകത്ത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള F1-ൽ. പിന്നെ നമ്മൾ അറ്റ്മോസ് ടോപ്പ് ലെയർ ഉണ്ടായിരുന്നില്ല, സ്റ്റിൽ അതിൻ്റെ കിഡിലൻ സറൗണ്ട് കാരണം F1 കാണാൻ ഭയങ്കര രസമാണ്. അറ്റ്മോസിൽ ആ ഒരു ഫീല് ഐമാക്സിന് തരാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയാം ഐമാക്സിൻ്റെ 5.1 ബേസ് ഇഷ്ടമുള്ളവരുണ്ട്, അവർക്ക് ആ പഞ്ച് ഇഷ്ടമാണ്. പക്ഷേ ഒബിയസ്ലി അത് പേഴ്സണൽ ചോയ്സാണ്. പക്ഷേ എനിക്ക് എപ്പോഴും അറ്റ്മോസാണ്. അതുകൊണ്ട് ഞാൻ ഈ ഡോൾബി സിനിമ വന്ന ഫോർമാറ്റ് വരാൻ വേണ്ടി നല്ലവണ്ണം കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പ്രതീക്ഷയില്ല ഇന്ത്യയിൽ ഇത്രയും പെട്ടെന്ന് ഇപ്പോൾ വരുന്നുള്ള ഞാൻ പ്രതീക്ഷിച്ചല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ 2 വരുന്നുണ്ട്, ഞാൻ ഭയങ്കര നോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തായാലും F1 എക്സ്പീരിയൻസ് ഒരു രക്ഷ ഉണ്ടായില്ല. സൗണ്ട് ആണെങ്കിലും പിക്ചർ ക്വാളിറ്റി ആണെങ്കിലും. പിന്നെ എടുത്ത് പറയാനുള്ളൊരു കാര്യം, ഡോൾബി സിനിമയും ഐമാക്സും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഫിസിക്കൽ ഇമേഷനാണ്. അതായത് കോർണർ ടു കോർണർ സ്ക്രീൻ ഒരു ഓഡിറ്റോറിയത്തിൽ വരുമ്പോൾ അത് നിങ്ങൾക്കൊരു ഫിസിക്കൽ ഇമേഷൻ തരും. അത് ഡോൾബി സിനിമയ്ക്ക് തരാൻ പറ്റില്ല. ഡോൾബി സിനിമ ഐമാക്സും തമ്മിൽ അവരുടെ ഓഡിറ്റോറിയം ബിൽഡിങ്ങിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈവൻ ഒരു മേക്ക് ഷിഫ്റ്റ് ഐമാക്സ് ആണെങ്കിൽ പോലും ഒരുമാതിരിപ്പെട്ട മിക്ക ഐമാക്സിനും ആ ഒരു ഫിസിക്കൽ ഇമേഷൻ തരാൻ പറ്റും. അത് ആ കോർണർ ടു കോർണർ സ്ക്രീൻ തരുന്നൊരു ഇമേഷനാണ്. അതൊരിക്കലും ഡോൾബി സിനിമ തരണം. ഡോൾബി സിനിമ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇമേഷനാണ് നിങ്ങൾക്ക് തരുന്നത്. ടെക്നിക്കലി നിങ്ങൾ ആ സിനിമയിലേക്ക് ഇമേഴ്സ് ചെയ്യും, അത്ര ഹൈ ക്വാളിറ്റി DCP വെച്ചിട്ട്. പക്ഷേ ഐമാക്സിന് ഓൺ ദ ഹോൾ ഫിസിക്കൽ ഇമേഷൻ ബെറ്ററാണ്. അത് നിങ്ങളത് എങ്ങനെ കാണുന്നുള്ള പോലെ ഇരിക്കും. പേഴ്സണലി അതാണ് ഐമാക്സിൻ്റെ ഏറ്റവും വലിയ പവർ. ഈവൻ ഒരു ചെറിയ സ്ക്രീനാണെങ്കിലും ഒരു വലിയ സ്ക്രീനാണെങ്കിലും ഐമാക്സിന് ഒരു പരിധി വരെ ഒരു ഫിസിക്കൽ ഇമേഷൻ ബാക്കിയുള്ള സ്ക്രീനേക്കാൾ കൂടുതൽ തരാൻ പറ്റുന്നതാണ് സത്യം. അത് ഒരിക്കലും ഡോൾബി സിനിമയ്ക്ക് തരാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നത്. ഞാനിപ്പോൾ കണ്ട ഡോൾബി സിനിമ വെച്ചാണ് എനിക്ക് തരാൻ പറ്റുന്ന ഡോൾബി സിനിമ വരില്ല എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ കറണ്ട് സിറ്റുവേഷനിൽ ആ ഫിസിക്കൽ ഇമേഷനാണ് ഐമാക്സിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്ത്. പിന്നെ ഐമാക്സിൻ്റെ ഗുണം വെച്ചാൽ ഐമാക്സിന് എപ്പോഴും ഇതുപോലെ കൃത്യമായി DMR ചെയ്ത പ്രോസസ്സ് ചെയ്ത DCP കിട്ടും. അതിന് ഐമാക്സ് ഓൾറെഡി 33 ഓൾറെഡി ഇന്ത്യയിലുണ്ട്. സോ കുറേ കൂടി ടാഗ്ഡ് ഔട്ടാണ്, എല്ലാവർക്കും ആക്സസിബിൾ ആണ്. ഡോൾബി സിനിമ വന്നതേ ഉള്ളൂ, അവർ വരുമായിരിക്കും, എല്ലായിടത്തും എത്തുമായിരിക്കും. ഇതുപോലെ തന്നെ എനിക്ക് വേണം ഐമാക്സിനേക്കാളും ഫാസ്റ്റ് ഗ്രോത്ത് ആയിരിക്കും ഡോൾബി സിനിമയ്ക്ക് ഇവിടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതാണ് 2Dക്ക് എനിക്കുണ്ട എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ ഓൾറെഡി സിനിമ കാണുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് സാമ്പിൾസ് കാണിച്ചു തന്നായിരുന്നു. ഇതിൽ 2D സാമ്പിൾസിനെ കുറിച്ച് ഞാൻ മാത്രം പറയാം. ഇവർ ഞങ്ങൾക്ക് ബാറ്റ്മാൻ്റെ സാമ്പിൾ കാണിച്ചിരുന്നു. ബാറ്റ്മാൻ ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ നോർമൽ പ്രൊജക്ഷനിൽ കണ്ടപ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് വന്നൊരു സിനിമയായിരുന്നു. എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു ആ സിനിമ. എനിക്ക് ഒന്നാം സിനിമ ഭയങ്കര ഇഷ്ടമുള്ള സിനിമ അല്ലായിരുന്നു. പക്ഷേ ഒന്നാം തിയേറ്ററിലും കൂടി അങ്ങനെ ആയപ്പോൾ കുറേ സീനുകൾ വരെ കാണാൻ പോലും പറ്റിയിട്ടില്ല. കുറച്ച് സീനൊക്കെ പോയായിരുന്നു. ഞാൻ രാഗത്തുനിന്നാണ് കണ്ടതെന്ന് ഒരു വട്ടം. അപ്പോൾ പിന്നെ രണ്ടാമത് കാണാനുള്ള കരുത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല ഈ സിനിമ. പിന്നെ പക്ഷേ അതിൻ്റെ അറ്റ്മോസ്, അതായത് ആ പുള്ളി മറ്റേ ചെയ്സ് ചെയ്യുന്ന സീനുണ്ട് പെങ്കിൻ്റെ, അതാണ് കാണിച്ചത്. ഭയങ്കര കിഡിലാണത്. പിന്നെ ഒരു കിഡിലൻ ഡോൾബി വിഷൻ ഡെമോ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ആ സിനിമയിൽ ഒരു പ്രസിഡൻറ്റിനെ കുറിച്ചുള്ള സിനിമയാണ്. അപ്പോൾ പുള്ളി, ഞാൻ എൻ്റെ പേരിവിടെ കാണിക്കാം. അപ്പോൾ അത് ക്ലിപ്പിൽ റെഡ് ലൈറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ റെഡ് ലൈറ്റ് ഞാൻ ഇതുവരെ ഒരു പ്രൊജക്ഷനിൽ അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത്ര നല്ല രീതിയിൽ കാണിക്കുന്നത്. കാരണം ആ എൻ്റെ ഇതിൽ ഒരു ചെറിയൊരു ഫിലമെൻറ്റ് പോലത്തെ റെഡ് ബൾബ് ഇങ്ങനെ പുള്ളി കൈ പിടിച്ചിരിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് തന്നെ പുള്ളി ലിഫ്റ്റ് പോകുന്നൊരു സീനുണ്ട്. ആ ലിഫ്റ്റിൽ പുള്ളി ഇങ്ങനെ പൊങ്ങുമ്പോൾ പെട്ടെന്ന് സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് ക്യാമറ വരുമ്പോൾ എൻ്റെ ഏരിയ ഡാർക്കായിട്ട് ഈ ലിഫ്റ്റിൽ മാത്രം ലൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ലിഫ്റ്റ് നമുക്ക് ആക്ച്വലി ഫുൾ ബ്ലാക്ക് ഏരിയയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നതാണ്. അതൊരു കിടിലൻ എക്സ്പീരിയൻസ് സംഭവമായിരുന്നു. പിന്നെ ഒരു കളേഴ്സ് കാണിക്കാൻ വേണ്ടി ഒരു ബാർബി കാണിച്ചിരുന്നു. ഒരു രക്ഷ ഉണ്ടായില്ല. ബാർബി കളേഴ്സ് ഇങ്ങനെ ഒഴുകുമായിരുന്നു. കാരണം ഞാൻ TV-യിലും ബാർബി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും കളേഴ്സ് അതിനുണ്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളൊരു OLED TV ഉപയോഗിക്കുന്ന പോലെയാണ് സത്യം പറഞ്ഞാൽ പല സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ. അതായത് ഡാർക്കായിട്ടുള്ള സീക്വൻസുകളോ ഇത്രയും കളറുള്ള സീക്വൻസ് വരുവാണെങ്കിൽ ഒരു OLED TV കാണുന്നൊരു ഫീലാണ് നമ്മൾ ഡോൾബി സിനിമ ഇരിക്കുമ്പോൾ എന്നുള്ള സത്യം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ സംഭവം F1 ബന്ധപ്പെടുത്തിയുള്ള ഒരു കമ്പാരിസൺ മാത്രമാണ്. എല്ലാ സിനിമകളും ഇതുപോലെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സൂപ്പർമാൻ കണ്ട ആൾക്കാരുണ്ട് ഓൾറെഡി, ഇപ്പോൾ എൻ്റെ മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇത് ഞാൻ പറയുന്നത് പ്രോപ്പർ പിക്ചർ ക്വാളിറ്റിയെ കുറിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞെന്താ,
പിക്ചർ ക്വാളിറ്റിയിൽ കളേഴ്സ് ആണെങ്കിലും ഹൈലൈറ്റ് കൺട്രോൾ ആണെങ്കിലും ഷാഡോ ഡീറ്റെയിൽ ആണെങ്കിലും എല്ലാത്തിലും ഡോൾബി സിനിമ ഫ്രണ്ടിലാണ്. പക്ഷേ ഐമാക്സിന് ഷാർപ്നെസ് കൂടുതലാണ്. 4K ലേസർ ഐമാക്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഷാർപ്നെസ് കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സൗണ്ടിൻ്റെ കാര്യത്തിൽ ഐമാക്സിന് കുറേ കൂടി ബൂം ബേസ് ഉണ്ടാവും. പക്ഷേ പേഴ്സണലി ഞാൻ അങ്ങനെ അത് അതിൻ്റെ ഒരു ഗുണം അഡ്വാൻറ്റേജ് ആണ്. നേരെ മറിച്ച് ഡോൾബി സിനിമയ്ക്ക് ഒരു രക്ഷയില്ലാത്ത സ്റ്റുഡിയോ ഗ്രേഡഡ് ഡോൾബി അറ്റ്മോസ് സൗണ്ട് കിട്ടും. അത് അടിപൊളിയാണ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ഡോൾബി അറ്റ്മോസ് സൗണ്ട് കിട്ടുന്നത് ഡോൾബി സിനിമയെ തന്നെയാണ്. അടിപൊളിയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. നമുക്ക് ഒബിയസ്ലി ഐമാക്സിന് ഫിസിക്കൽ ഇമേർഷൻ ഉണ്ട്. പിക്ചർ ക്വാളിറ്റിയിൽ നമ്മുടെ ഡോൾബി സിനിമയ്ക്കാണെങ്കിൽ ഉള്ളത് എന്താണ്, ടെക്നിക്കൽ ഇമേർഷനാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങളിത് രണ്ടുമൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടാവും. നിങ്ങൾ രണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഒരേ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് ഡോൾബി സിനിമ എന്ന് ഐമാക്സ് എന്നും. നമ്മൾ ഈ സംസാരിക്കുന്നത് 1.90 ഇന്ത്യയിലെ ഡിജിറ്റൽ ഐമാക്സുകളെ കുറിച്ചാണ്. അല്ലാണ്ട് 1.43 ഐമാക്സുള്ള സിനിമ കാണുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ കണ്ടത് ആകെ ഗുജറാത്തിലെ 1570mm ഐമാക്സ് മാത്രമാണ്. സോ അതിന് ഒരു കമ്പയറബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല നമുക്ക് ഇന്ത്യയിൽ. ഇനി കേരളത്തിൽ ഡോൾബി സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നി. ഇപ്പം നിങ്ങൾ പൂനെ പോകാൻ ഉദ്ദേശമുള്ളെങ്കിലും എന്തായാലും നിങ്ങൾ ഡോൾബി സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയാൻ എൻ്റെ പ്രീവിയസ് വീഡിയോ കാണാം. ഞാനിന്ന് 3D എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്ര തന്നെ വീഡിയോ കാണുന്നതെന്ന് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.